ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻജോയ് ലേണിംഗ് മലയാളം. ഇന്ന് നമുക്ക് ആയിരിക്കും എന്ന് മലയാളത്തിൽ പറയുന്നത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവൻ അങ്ങനെ ആയിരിക്കും, നാളെ അങ്ങനെ ആയിരിക്കും, ഇതുപോലെയുള്ള സെന്റൻസുകൾ നമുക്ക് പറയേണ്ടി വരാറുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയിരിക്കും എന്നുള്ള മീനിങ് വരുന്ന സെന്റൻസുകൾ പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് അത് പഠിക്കാം. ആയിരിക്കും എന്ന് പറയുന്നതിനായി ഉപയോഗിക്കുന്നത് വിൽ ബി ഉപയോഗിച്ചാണ് നമ്മൾ ആയിരിക്കും എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാളെ കാണുമ്പോൾ പറയുകയാണ് അവൻ ഒരു ഡോക്ടർ ആയിരിക്കും. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? അവൻ, ഹി. ആയിരിക്കും, വിൽ ബി. ഹി വിൽ ബി എ ഡോക്ടർ. ഇനി അവർ ഡോക്ടേഴ്സ് ആയിരിക്കും എന്ന് എങ്ങനെ പറയാം? അവർ, ദേ വിൽ ബി ഡോക്ടേഴ്സ്. ദേ വിൽ ബി ഡോക്ടേഴ്സ്. ശ്രദ്ധിക്കുക, ഹി ആയിരുന്നപ്പോഴും വിൽ ബി തന്നെയാണ്, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഡോക്ടർ എന്നുള്ളത്, എ ഡോക്ടർ എന്നുള്ളത് ഡോക്ടേഴ്സിനായി. ഓക്കെ, സോ ദേ വിൽ ബി ഡോക്ടേഴ്സ്. സപ്പോസ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, അപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് നീ റെഡി ആയിരിക്കണം എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? യു. നീ റെഡി ആയിരിക്കണം എന്ന് പറയുന്നതിനായിട്ട് ഈ ആയിരിക്കും എന്നല്ല, റെഡി ആയിരിക്കണം എന്ന് പറയുന്നതിനെ നമുക്ക് പറയാം ഷുഡ് ബി. യു ഷുഡ് ബി. നീ നിർബന്ധമായും റെഡി ആയിരിക്കണം എന്നുള്ളൊരു മീനിങ് ആണ് യു ഷുഡ് ബി. യു ഷുഡ് ബി റെഡി ടു ഫേസ് ദ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ അനന്തരഫലങ്ങൾ, അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഫേസ് ചെയ്യാനായിട്ട് നീ റെഡി ആയിരിക്കണം എന്നാണ് യു ഷുഡ് ബി റെഡി ടു ഫേസ് ദ കോൺസിക്വൻസസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇത് ഒരാളോട് പറഞ്ഞു, അതിനുശേഷം അവൻ ഇത് ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും എന്ന് പറയുന്നത് എങ്ങനെയാ? അവിടെ നമുക്ക് വിൽ ബി ഉപയോഗിക്കാം. അവൻ റെഡി ആയിരിക്കും. ഹി വിൽ ബി റെഡി ടു ഫേസ് ദ സെയിം കോൺസിക്വൻസസ്. ഫേസ് ദ കോൺസിക്വൻസസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഷുഡ് ബി, നീ ആയിരിക്കണം. ഇവിടെ വിൽ ബി, ആയിരിക്കും എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് വൺ, ഇന്ന് മുതൽ അഖിൽ ഒരു നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കും. ഇന്ന് മുതൽ, അത് നമുക്ക് എങ്ങനെ പറയാം? ഇന്ന്, ടുഡേ. ഇന്ന് മുതൽ എന്നുള്ള മീനിങ്ങിന് ടുഡേ ഓൺവേഡ്സ് എന്ന് പറയാം. ടുഡേ ഓൺവേഡ്സ്. ടുഡേ ഓൺവേഡ്സ് അഖിൽ, അവിടെ ആയിരിക്കും എന്നുള്ള മീനിങ്ങിന് വിൽ ബി. അഖിൽ വിൽ ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്. അടുത്തതായി, അവൾ നിന്റെ നല്ല പാർട്ട്ണർ ആയിരിക്കും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷീ വിൽ ബി. ഷീ വിൽ ബി യുവർ ഗുഡ് പാർട്ട്ണർ. ഷീ വിൽ ബി യുവർ ഗുഡ് പാർട്ട്ണർ. അടുത്തതായി, അവർ നാളെ ഡൽഹിയിലായിരിക്കും എന്നെങ്ങനെ പറയാം? അവർ, ദേ വിൽ ബി ഇൻ ഡൽഹി ടുമോറോ. ദേ വിൽ ബി ഇൻ ഡൽഹി ടുമോറോ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്നും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.